വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോക്സിഫൈ മീഡിയ. എക്കോ എന്നുള്ള സിനിമ ഞാൻ കണ്ടു. നല്ല സിനിമയാണ്, സസ്പെൻസ് ഉള്ള സിനിമ. അതായത് തിയേറ്ററിൽ നമ്മൾ പടം കാണാൻ വേണ്ടി കയറി പടം കണ്ട് തുടങ്ങുമ്പോൾ മുതൽ ഒരു സസ്പെൻസ് ഉണ്ട്, ഒരു നിഗൂഢത, ഒരു ഉഡായിപ്പ് മണമൊക്കെ നമുക്ക് അടിക്കും. അതേ സാധനം അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അവസാനം വരെ കൊണ്ടുപോകുന്ന നല്ലൊരു സിനിമയാണ്. കിഷ്കിന്ധാകാന്ഡം എടുത്ത ടീം തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പൊ അറിയാലോ അവരുടെ ഒരു പാറ്റേൺ, അതേ സെയിം ഇതിൽ തന്നെ അതിനേക്കാളും ഒരു ലെവൽ മുകളിലായിട്ടാണ് എക്കോ ചെയ്തേക്കുന്നത്. അതായത് കിഷ്കിന്ധാകാന്ഡം നിങ്ങൾ എന്തോരം വിലയിരുത്തിയിട്ടുണ്ടോ, നിങ്ങൾ ആ കൊടുത്ത മാർക്കിലും കൂടുതൽ മാർക്ക് കൊടുക്കാനായിട്ട് എക്കോന് സാധിക്കും. ഇനി ഞാൻ പറയാൻ പോണത്, എക്കോയില് സന്ദീപ് നന്നായിട്ട് അഭിനയിച്ചു. അവന്റെ ഇപ്പൊ പടക്കളം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. പടക്കളം വിട്ടിട്ട് ഇതിനകത്ത് വേറൊരു ടൈപ്പ്, അതായത് നമുക്ക് ചേർക്കാൻ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഉള്ള കാര്യം പറയാല, അടിച്ചു പൊളിച്ചിട്ടുണ്ട്, നന്നായി ഉണ്ടാവും. അവന് ഇനിയും നല്ല സിനിമകൾ കിട്ടും. പിന്നെ നരയൻ, അതുപോലെ ഈ മറ്റേ മലേഷ്യ എന്നുള്ള നടി, മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ആ ഒരു സ്ത്രീയാണ്. അപ്പൊ മലേഷ്യ എന്നുള്ള ആ സ്ത്രീ, പിന്നെ ഇതിനകത്ത പട്ടികളില്ലാത്ത സീൻ എന്ന് പറയണത് ഭയങ്കര റെയർ ആയിരിക്കും ഈ പടത്തില്. കാരണം പട്ടികളെ ചുറ്റിപ്പറ്റിയിട്ടാണല്ലോ ഈ സിനിമ. അതായത് ഒരു ഡോഗ് ട്രെയിനിങ്ങിന്റെ ലെവൽ എത്രത്തോളം ആണെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഞാനൊക്കെ ഇന്ന് ചിന്തിക്കായിരുന്നു, ഒരു പട്ടിയെ കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ സാധിക്കുമോ, നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് തോന്നി. അതായത് നമുക്കത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം ഈ പട്ടികളൊരു പാക്ക് ആണല്ലോ, പാക്ക് എന്നുള്ള പറയാം, വൂൾഫിന്റെ ഒക്കെ കാറ്റഗറി പെടുന്ന പാക്ക് ആയിട്ടാണല്ലോ ഇതിന് നടക്കുക. ഇതിന്റെ പാക്കിങ്ങിന്റെ ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പോ ഇതിനകത്തൊരു ചെറിയൊരു സ്പോയിലർ പോലത്തെ ഒരു സാധനം ഞാൻ പറയാം. അതായത് നമ്മുടെ സന്ദീപ് പട്ടികളെ പേടിച്ച് ഒരു മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു സംഭവം പറയുന്നുണ്ട്, കഥ പറയുന്നുണ്ട്. അതിനകത്ത് കഥ പറയാനാണ്, അതിന്റെ ബാക്കി ഞാൻ പറയണില്ല. അപ്പൊ പറയണത് ഇങ്ങനെയാണ്, പട്ടികള് കാവലിരിക്കും താഴെ, ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യണ പോലെയാ. ആദ്യം ഒരു 3 പട്ടി ഒന്ന് കാവലിരിക്കുക, ആ 3 പോയി കഴിയുമ്പോൾ അടുത്ത പട്ടികൾ ഒന്ന് കാവലിരിക്കും, ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യും. അപ്പൊ നമുക്ക് ശരിക്കും പട്ടികളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാല്ലേ, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും ഈ സിനിമ കാണുമ്പോൾ. അതുപോലെ വിനീതൊക്കെ നല്ല നാച്ചുറൽ ആയിട്ട്, ആ വിനീതിന്റെ ഒക്കെ ഒരു ക്ലാസ് സാധനം. എനിക്ക് വിനീതിന് ഇഷ്ടപ്പെട്ടിട്ട് പടത്തിനകത്ത്. ഇതിനകത്ത് എനിക്ക് സന്ദീപും വിനീതും ആണ് എന്റെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ്. വിനീതിന്റെ ഒക്കെ റോളൊക്കെ സൂപ്പറാണ്. പിന്നെ നായകനായിട്ടുള്ള ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയാള് മലയാളി അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളെ പറ്റി ഞാൻ റിസർച്ച് നടത്തിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എക്കോ വിലയിരുത്തുന്നത്. നിങ്ങൾ കിഷ്കിന്ധാകാന്ഡം കണ്ടിട്ടുള്ളവരാണെങ്കിൽ കിഷ്കിന്ധാകാന്ഡത്തിന് നിങ്ങൾ 10-ൽ 6 മാർക്ക് കൊടുത്താൽ ഇക്കോന് നിങ്ങൾ 10-ൽ 8 മാർക്ക് കൊടുക്കാം, 8 9 കൊടുക്കാം. അത് കിഷ്കിന്ധാകാന്ഡത്തിന് 6 മാർക്ക് ആണെങ്കിൽ 8 9 ഇതിന് കൊടുക്കാം ഉറപ്പായിട്ടും. ആ ഒരു ലെവലിലാണ് ഇതിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. കഴിഞ്ഞ വിലായത്ത് ബുദ്ധയുടെ വീഡിയോ ഞാൻ ഇട്ടപ്പ ഞാൻ മാത്രം നല്ലത് പറയണ്, ബാക്കി എല്ലാരും മോശം പറയണം. എന്താണ് എനിക്ക് വട്ടായതാണ്, നാട്ടുകാർക്ക് മൊത്തം വട്ടായതാണെന്ന് ഒരു പിടുത്തില്ല. അത്രത്തോളം ബോറ് പടമൊന്നും അല്ല കേട്ടോ അതൊന്നും. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനിത് ഇട്ടിട്ട് ആകെ കണ്ടത് 10 പേരാണെങ്കിൽ ആ 10 പേരില് 7 പേര് എന്നോട് ചോദിക്കുന്നത് ഒരാൾക്ക് നല്ല അഭിപ്രായം ഇല്ലല്ലോ എന്നാണ് പറഞ്ഞത്. ഒരാൾക്ക് നല്ല അഭിപ്രായം ഇല്ലെന്ന് പറയാനായിട്ട് അത് മോശം പറയാനുള്ള പടമൊന്നുമില്ല. ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ ആ സിനിമയിലെ ക്യാരക്ടറും അത് ആക്സെപ്റ്റ് ചെയ്യാൻ തൊട്ടുള്ള മൈൻഡ് വേണം കാണാനായിട്ട്. വെറുതെ അങ്ങട് വന്നിട്ട് ഇവൻ പോരാ, പൃഥ്വിരാജ് ഒന്ന് അഭിനയിക്കുമ്പോഴേക്കും പൃഥ്വിരാജ് പോരാ, പൃഥ്വിരാജിനെ കൊണ്ട് പറ്റണില്ലല്ലോ, പൃഥ്വിരാജിന്റെ അഭിനയം എന്തിന് നിങ്ങൾ, അതായത് ഒരു ക്യാരക്ടറിനെ നിങ്ങൾ ആ സിനിമയിൽ കാണുമ്പോൾ ആ ക്യാരക്ടർ എങ്ങനെയാ ചെയ്തേക്കണം, അതിന്റെ ക്യാരക്ടറിന്റെ എന്താ പറയാ സ്റ്റോറി അത് നോക്കുക, എങ്ങനെയായിരിക്കും ആ ഒരു ക്യാരക്ടർ, അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് വേണം. ഒരു കഥയാണത്, ഒരു സിനിമയാണ്. ആ സിനിമയായിട്ട് കണ്ടത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അല്ലാതെ നിങ്ങള് പുഷ്പ കണ്ടിട്ട് പുഷ്പയായിട്ട് പോയിട്ടൊന്നും വിലായത്ത് ബുദ്ധനെ കമ്പയർ ചെയ്തുകൊണ്ട് കൊണയടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത്രത്തോളം ക്രിട്ടിസൈസ് ചെയ്യാനും മറ്റോണം താഴ്ത്തി കെട്ടാനൊന്നും അത്രയും മോശം പടമൊന്നുമല്ല. പിന്നെ 3 മണിക്കൂർ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ, എനിക്ക് 3 മണിക്കൂർ ഒരു ലാഗും തോന്നിയില്ല. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു, എല്ലാവരും.
ഞങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ടൊന്നും ഇല്ല, കുഴപ്പമില്ലാത്ത പടമായിട്ടാണല്ലോ തോന്നിയത്. പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര ഇത് ആരാണ് ഇങ്ങനെ മനഃപൂർവ്വം ചെയ്യണ പോലെ എനിക്ക് തോന്നുന്നത്. പൃഥ്വിരാജിന്റെ പടത്തിനൊക്കെ മനഃപൂർവ്വം ഇട്ടിട്ട് തേജോവധം ചെയ്യാൻ നാറ്റിക്കാൻ നോക്കണ പോലെ, അല്ലെങ്കിൽ അത്രത്തോളമൊക്കെ നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ കാണുന്നത്? ഇപ്പൊ ഞാൻ ആ പടത്തിന്റെ ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇത്ര സ്പോയിലറും ഇത്രയും കാര്യങ്ങൾ ആൾക്കാർ വിളിച്ചു പറയണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കോക്കൊക്കെ പറയുന്നുണ്ട് ഈ തീട്ടവും ചന്ദനവും തമ്മിലുള്ള പടം എന്നൊക്കെ. നിങ്ങളത് ആ ഒരു സിനിമയുടെ ഉള്ളിൽ ആ ഒരു നാട്ടുമ്പുറത്തുകാരനായിട്ടിരുന്ന് കണ്ടു നോക്കുന്നത്. അതായത് നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു ക്യാരക്ടറായിട്ട് നമ്മളും അങ്ങനെ ഇരുന്നിട്ടാണ് അതിൽ ലയിച്ചിരുന്ന് കാണാന്ന് പറയുന്നത്. എൻജോയ് ചെയ്ത് കാണാൻ, ഫീൽ ചെയ്ത് കാണാന്നൊക്കെ പറയും. അങ്ങനെ ഇരുന്നാണ് കാണേണ്ടത്. അങ്ങനെ ഇരുന്ന് കാണുമ്പോൾ അതിൽ ഫണ്ണായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതിനകത്ത് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ആക്ഷൻ ഉണ്ട്. മോശം എന്ന് പറയാനായിട്ട് പാട്ടുകളെ പറ്റി പറഞ്ഞു, മോശം ഞാനും പറഞ്ഞു പാട്ടുകൾ പോരാ, മ്യൂസിക് പോരാ, ഈ പാട്ട് പോരാ, തമിഴാണ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് പറയാ. അതൊക്കെ ഒരു ലോജിക്ക് ഉണ്ട്. വെറുതെ പൃഥ്വിരാജ് വന്നിട്ട് അങ്ങനെ പൃഥ്വിരാജ് ചെരിഞ്ഞു നിന്നിട്ട് സുഖമായില്ല, വലിഞ്ഞു നിന്നിട്ട് ശരിയായില്ല, തിരിഞ്ഞു നിന്നിട്ടുള്ള ഇതാണ് കാണിച്ചത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ വെറുതെ എന്തിനാണ് ഈ ഒരു സിനിമയുടെ ഒരു എഫേർട്ടിനെയും അല്ലെങ്കിൽ ആ ഒരു ഇതിനൊക്കെ നിങ്ങൾ എന്തിനാണ് കൊല്ലണത് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറയണല്ലേട്ടാ, ജനങ്ങളിത് കാണുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അത് മോശമായിട്ട് തോന്നണമെന്നില്ല. എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. എന്റെ കൂടെ കണ്ട ആൾക്കാരോട് ഞാൻ അഭിപ്രായം ചോദിച്ചപ്പോഴും അവര് നല്ല അഭിപ്രായം എന്ന് പറഞ്ഞു. 2000-ല് പിള്ളേർക്ക് എനിക്ക് അറിയില്ല എങ്ങനെയാണ് അതിനെടുക്കാന്ന്. എന്തായാലും നിങ്ങൾ എക്കോ പോയി കാണും, നല്ല പടമാണ്, നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിനെയും വലിച്ചു കീറി ഒട്ടിക്കാനാണ് നിങ്ങളുടെയൊക്കെ പ്രായം, അങ്ങനെ നിങ്ങൾ ചെയ്തോ. പക്ഷെ ഇതിനതൊന്നും ഇല്ല. കിഷ്കിന്താകാണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം അങ്ങോട്ട് പോയാൽ മതി. കാരണം അത് അങ്ങനത്തെ ഒരു പാറ്റേണുള്ള പടമാണ്. അങ്ങനത്തെ ഒരു പാറ്റേണുള്ള പടം ചെയ്ത ആൾക്കാരാണ് ചെയ്തേക്കുന്നത്. സന്ദീപൊക്കെ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ വിനു പപ്പു ഒക്കെ അടിപൊളിയാണ്. അത്യാവശ്യം സസ്പെൻസും, അത്യാവശ്യം എന്താ പറയാ, ഒരു ഉടായ്പൊക്കെ മണക്കുന്ന പലർക്കും പല പല സംഭവങ്ങൾ. അതിനകത്ത് കുറെ ചോദ്യങ്ങളുണ്ട്. അതായത് ഈ സിനിമ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ വന്നാലും നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. ശരിക്കും അങ്ങനെ ആയിരിക്കോ, ഇങ്ങനെ ആയിരിക്കോ, ഇത് ഇങ്ങനെ ആവാനാണോ സാധ്യത, അത് ഇങ്ങനെ ആവാനാണോ എന്നൊക്കെ ഉള്ള ഒരു കുറെ സംശയങ്ങൾ വരും. അത് ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ സിനിമയിലുള്ള ഇതാണ്. ഇത് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ കുറിച്ചിട്ട് സ്പോയിലർ ഇല്ലാതെ പറയാലോ. അപ്പൊ എനിക്ക് പിന്നെ എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പൊ ഞാൻ അങ്ങനെ പറയാം. എന്നിട്ട് നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇത്രേ പറയാനുള്ളൂ. അപ്പൊ എക്കോ നല്ല പടമാണ്. ഞാൻ 10-ൽ ഒരു 8 പോയിന്റ് കൊടുക്കും. ഔട്ട് ഓഫ് 10 8 മാർക്ക് ഞാൻ കൊടുക്കും. പിന്നെ ഇപ്പൊ പുതിയ പടങ്ങൾ വരാൻ പോകുന്നുണ്ട്. ദിലീപിന്റെ ബബ്ബൊക്കെ വരാൻ കിടക്കുകയാണ്. കാണണം എന്നുണ്ട്, കാണാം. കണ്ടു കഴിഞ്ഞ് ഞാൻ എന്തായാലും എൻ്റെ അഭിപ്രായം പറയും. പിന്നെ നിങ്ങൾക്കും എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. കമന്റ് ഇടണമെങ്കിൽ കമന്റ് ഇടാം, അത്രേ ഉള്ളൂ. ശരി, താങ്ക് യു. എല്ലാ പ്രാവശ്യവും പറഞ്ഞ് ഞാൻ മടുത്തു, ഒരാളും ഇല്ല സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും. ശരി എന്നാ, നന്ദിയുണ്ട് കേട്ടാ, പോട്ടെ.